Hi students, welcome back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5th ബേസിക് സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ ബേർഡ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ബേർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം ഈ ബേർഡിൻ്റെ പേരെന്താണ്? കിങ് ഫിഷർ അല്ലേ? The bird in the picture is a kingfisher. Kingfisher അഥവാ നീലപ്പൊന്മാനാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ബേർഡ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ സോഴ്സ് ഓഫ് ഫുഡ്? ഈ ബേർഡിൻ്റെ മെയിൻ ഭക്ഷണം എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ഉത്തരം? ഫിഷ് ആണല്ലേ. ഇറ്റ്സ് മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഇസ് ഫിഷ്. മൂന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഹാബിറ്റാറ്റ് വെയർ ദിസ് ബേർഡ് ഇസ് യൂഷ്വലി ഫൗണ്ട്. ഈ ബേർഡിനെ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പൊതുവേ ഈ ബേർഡിനെ എവിടെയാണ് കാണുന്നത്? വെള്ളത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണല്ലേ. ദിസ് ബേർഡ് ഇസ് യൂഷ്വലി ഫൗണ്ട് നിയർ വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, പോണ്ട്സ് ഓർ ലേക്സ്. നാലാമത്തെ ചോദ്യം, വൈ ഡു യു തിങ്ക് ദിസ് ബേർഡ് പ്രിഫേഴ്സ് സച്ച് എ ഹാബിറ്റാറ്റ്? ഇങ്ങനെയൊരു വാസസ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരിക്കാം? നമുക്കറിയാം ഈ ബേർഡിൻ്റെ മെയിൻ ഭക്ഷണം തന്നെ മീനാണ്. അപ്പോൾ മീനിനെ കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്? റിവറിലും പോണ്ടിലും ലേക്കിലൊക്കെയാണ്, അതായത് വാട്ടർ ബോഡീസിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബേർഡ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ദ ബേർഡ് പ്രിഫേഴ്സ് സച്ച് ഹാബിറ്റാറ്റ്സ് ബിക്കോസ് ഇറ്റ് ഫീഡ്സ് ഓൺ ഫിഷ് വിച്ച് ആർ അബണ്ടൻറ്റ് ഇൻ വാട്ടർ ബോഡീസ്. ഇനി അബണ്ടൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്ലെൻറ്റി അഥവാ എ ലോട്ട് ഓഫ്. അപ്പോൾ നമുക്ക് അബണ്ടൻറ്റ് എന്ന വാക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെഴുതാം? ദിസ് ബേർഡ് പ്രിഫേഴ്സ് സച്ച് ഹാബിറ്റാറ്റ്സ് ബിക്കോസ് ഇറ്റ് ഫീഡ്സ് ഓൺ ഫിഷ് ആൻഡ് ദർ ഈസ് എ ലോട്ട് ഓഫ് ഫിഷ് ഇൻ വാട്ടർ ബോഡീസ്. കുറേ ഫിഷസ് ഉണ്ടല്ലേ വാട്ടർ ബോഡീസിൽ, അതെഴുതാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കുക. ക്രിയേറ്റ് എ സിമ്പിൾ ഫുഡ് ചെയിൻ ഇൻവോൾവിങ് ദ ബേർഡ് ഫ്രം ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. മുമ്പത്തെ ക്വസ്റ്റ്യനിലുള്ള ബേർഡിനെ യൂസ് ചെയ്തിട്ടൊരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഫുഡ് ചെയിൻ എന്ത് ക്രിയേറ്റ് ചെയ്യാം? പ്ലാന്റ്, ഇൻസെക്റ്റ്, ഫിഷ്, കിങ് ഫിഷർ. ഇതൊരു സിമ്പിൾ ഫുഡ് ചെയിൻ ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആഡ് 2 more organisms to this food chain and explain their roles. അപ്പോൾ ഈ ഒരു ഫുഡ് ചെയിനിലോട്ട് 2 ഓർഗാനിസത്തിന് കൂടെ ആഡ് ചെയ്യുക, അവരുടെ റോൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ കിങ് ഫിഷറിന് ശേഷം ഒരു ഈഗിളിനെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. ഇവിടെ നോക്കുക, പ്ലാന്റ്, ഇൻസെക്റ്റ്, ഫിഷ്, കിങ് ഫിഷർ, ഈഗിൾ. അപ്പോൾ ഈഗിളിന് കിങ് ഫിഷറിനെ കഴിക്കാൻ പറ്റും അല്ലേ. ഈഗിളൊരു വലിയ പക്ഷിയാണ്, ഈ കുഞ്ഞു പക്ഷിയായ കിങ് ഫിഷറിനെ കഴിക്കാൻ പറ്റും. അപ്പം ഈഗിൾ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഈഗിളിൻ്റെ റോൾ എന്താണ്? ഒരു പ്രെഡേറ്ററാണ്. ഇനി രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡിങ് ആൽഗി അറ്റ് ദ ബേസ് ആസ് പ്രൊഡ്യൂസർ ദാറ്റ് സപ്പോർട്ട്സ് അക്വാറ്റിക് ലൈഫ്. അപ്പോൾ മീനൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് ആൽഗി അഥവാ ഒരു തരം പായലാണല്ലേ. അങ്ങനെ നമുക്ക് ഫിഷിന് മുമ്പ് ഇൻസെക്റ്റും പ്ലാന്റും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതിന് പകരം എന്ത് ആഡ് ചെയ്യാം? ആൽഗി ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫുഡ് ചെയിനിൽ നമ്മൾ പുതിയൊരാളെ കൂടെ ആഡ് ചെയ്തു. അയാളുടെ റോൾ എന്താണ്? അയാളൊരു പ്രൊഡ്യൂസറാണ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കുക. Look at the illustration. List all the creatures you see in the picture. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കി അതിൽ കാണുന്ന ഓർഗാനിസത്തിൻ്റെ പേരൊക്കെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് നമുക്കിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ഗ്രാസ് ഹൂപ്പർ, ക്രീൻ, സ്നെയിൽ, ടോർട്ടോയ്സ്, ഫ്രോഗ്, ക്രാബിനെ കൂടെ കാണാം. നമുക്ക് ഫ്ലൈ എഴുതാം, ഡ്രാഗൺ ഫ്ലൈ അല്ലേ, അതൊക്കെ എഴുതാൻ പറ്റും നമുക്ക്. അടുത്തത്, ഐഡൻറ്റിഫൈ which one of these creatures are herbivores and which are carnivores. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഹെർബിവോർ, ഏതൊക്കെയാണ് കാർണിവോർ എന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം. ഹെർബിവോർ എന്ന് വെച്ചാൽ ഗ്രാസും പ്ലാന്റ്സ് ഒക്കെ കഴിച്ച് വളരുന്ന ജീവികളാണ്. അപ്പോൾ ഒച്ച്, ആമ, പച്ചത്തുള്ളൻ ഇവയൊക്കെ, സ്നെയിൽ, ടോർട്ടോയ്സ്, ഗ്രാസ് ഹോപ്പറൊക്കെ പ്ലാന്റ്സും ഗ്രാസൊക്കെ കഴിച്ച് വളരുന്ന ഹെർബിവോർസ് ആണ്. കാർണിവോർസ് എന്ന് വെച്ചാൽ മറ്റ് മൃഗങ്ങളെ കഴിക്കുന്നവയാണ്. അപ്പോൾ ലാർജ് ഫിഷ് സ്മോൾ ഫിഷിനെ കഴിക്കും, ക്രെയിനും സ്മോൾ ഫിഷസിനെ കഴിക്കും, ഫ്രോഗ് ഇൻസെക്ട്സിനെ കഴിക്കും, സ്നേക്ക്, റാറ്റിനെയും ഇൻസെക്റ്റിനെയും ഫിഷിനൊക്കെ കഴിക്കും. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി, യൂസിങ് ദ ക്രീച്ചേഴ്സ് ലിസ്റ്റഡ് ഇൻ പാർട്ട് എ ക്രിയേറ്റ് എ ഫുഡ് വെബ് ഷോയിങ് ദ ഇൻറ്റർ റിലേഷൻഷിപ്സ്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? പ്ലാന്റ്സ്, ഗ്രാസ് ഹോപ്പർ പ്ലാന്റ് ഈറ്റ് ചെയ്യും,
ഫ്രോഗ് ഗ്രാസ് ഹോപ്പറിനെ ഈറ്റ് ചെയ്യും, സ്നേക്ക് ഫ്രോഗിനെ ഈറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്മോൾ ഫിഷസ് കഴിക്കുന്നത് പ്ലാന്റ് ആണ്, ലാർജ് ഫിഷ് സ്മോൾ ഫിഷിനെ കഴിക്കും, ക്രെയിൻ ലാർജ് ഫിഷിനെ കഴിക്കും. ഇതൊരു ഫുഡ് വെബാണ് അല്ലേ. വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് വൺ സ്പീഷീസ് ഇൻ യുവർ ഫുഡ് വെബ് വെർ ടു ഡിസപ്പിയർ. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു സ്പീഷീസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വെബിനെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതാം. ഇഫ് എ സ്പീഷീസ് ഡിസപ്പിയർ ദ ബാലൻസ് ഓഫ് ദി എക്കോസിസ്റ്റം ഇസ് ഡിസ്റ്റർബ്ഡ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഒരു ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എക്കോസിസ്റ്റത്തിൻ്റെ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഫ്രോഗ്സ് ഡിസപ്പിയർ ദ സ്നേക്ക് പോപ്പുലേഷൻ മേ ഡിക്രീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫുഡ്. അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ തവളകളെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പാമ്പിൻ്റെ പോപ്പുലേഷനും കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് തവളകളില്ല, അഥവാ ഭക്ഷണം ഇല്ലാണ്ട് അവരും ചത്തുപോകും. ആൻഡ് ദി ഇൻസെക്ട് പോപ്പുലേഷൻ മേ ഇൻക്രീസ് ഡ്യൂ ടു ഫ്യൂവർ പ്രെഡേറ്റേഴ്സ്. അപ്പോൾ ഇൻസെക്ട്സിൻ്റെ പോപ്പുലേഷൻ ആണെങ്കിലോ അവരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കാരണം അവരെ പ്രെഡേറ്റർ ആരുമില്ല, അവരുടെ പ്രെഡേറ്റർ ആയിരുന്ന ഫ്രോഗ് ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ അവരെ പിടിച്ച് കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇൻസെക്ട്സൊക്കെ ഇൻക്രീസ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുകയാണ് എക്കോസിസ്റ്റത്തിൻ്റെ. അടുത്ത ആക്ടിവിറ്റിയാണ് ഡിഫൈൻ ദ ടേം ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി റിഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഇൻ എ ഹാബിറ്റാറ്റ് ഓർ എക്കോസിസ്റ്റം. ഒരു ഹാബിറ്റാറ്റിലോ എക്കോസിസ്റ്റത്തിലോ കണ്ടുവരുന്ന വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ്, അതായത് വ്യത്യസ്തമായ ജീവനുകളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. Observe a biodiversity garden. List the type of organisms you observe and categorize them as either living or non-living. അപ്പോൾ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ നമുക്ക് ലിവിങ് ബീങ്സിനെ കാണാം, നോൺ ലിവിങ് ബീങ്സിനെ കാണാം. അപ്പോൾ ലിവിങ് ബീങ്സിനെയും നോൺ ലിവിങ് ബീങ്സിനെയും തരംതിരിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ലിവിങ് ബീങ്സിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ് പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, സ്മോൾ മാമൽസ് ഒക്കെ. നോൺ ലിവിങ്ങിൽ നമുക്ക് എഴുതാം സോയിൽ, റോക്ക്, വാട്ടർ, സൺലൈറ്റ് ഇവയൊക്കെ. ഇനി അടുത്തത്, ഹൗ ഡു നോൺ ലിവിങ് തിങ്സ് സപ്പോർട്ട് ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നോൺ ലിവിങ് തിങ് ഒരു ലിവിങ് ഓർഗാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ഈ വാട്ടർ, ഇപ്പം നമുക്ക് വാട്ടർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് സൺലൈറ്റോ സോയിലോ വാട്ടറോ ഒന്നും ഇല്ലാണ്ട് ഫോട്ടോസിന്തസിസ് നടത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നോൺ ലിവിങ് തിങ്സ് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? Non-living things like water, sunlight and soil provide essential resources that support the survival of living organisms. Give examples from the biodiversity garden. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്നെടുത്ത് എഴുതാനാണ് പറയുന്നത്. വാട്ടർ നീഡഡ് ഫോർ ഹൈഡ്രേഷൻ ആൻഡ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ടും എഴുതാം വാട്ടർ. ഓക്കെ. സൺലൈറ്റ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സൺലൈറ്റ്. അടുത്ത ആക്ടിവിറ്റി നോക്കുക. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ പ്രോസസ് ഇൻ വിച്ച് പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ക്ലോറോഫിൽ ടു പ്രൊഡ്യൂസ് ഫുഡ് അഥവാ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ കോമ്പണൻറ്റ്സ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്? നമ്മളിപ്പോൾ നോക്കി എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ. വൈ ഇസ് ക്ലോറോഫിൽ ഇമ്പോർട്ടൻ്റ് ഇൻ ദിസ് പ്രോസസ്? ഇനി ഈ ഒരു ക്ലോറോഫിൽ എന്തിനാണ് ആവശ്യം? ക്ലോറോഫിൽ ഇസ് ദ പിഗ്മെൻറ്റ് ദാറ്റ് ക്യാപ്ചേഴ്സ് ലൈറ്റ് എനർജി അല്ലേ. അപ്പോൾ ലൈറ്റ് എനർജി പിടിച്ചെടുക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ എന്ന ഈ ഒരു പിഗ്മെൻ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫോട്ടോസിന്തസിസ് ഇതിൽ ക്ലോറോഫിൽ യൂസ്ഫുൾ ആവുന്നത്. അതായത് നമ്മുടെ ഒരു പ്ലാന്റിന് എന്ത് വേണം? സൺലൈറ്റ് വേണം അല്ലേ. അപ്പോൾ ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഈ ഒരു ലൈറ്റ് എനർജി എടുക്കുന്നത് ആരാണ്? ക്ലോറോഫില്ലാണ്. ഓക്കെ. ഡിസ്കസ് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഫോട്ടോസിന്തസിസ്? അപ്പോൾ റെസ്പിറേഷൻ എന്താണെന്ന് എഴുതുക. റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറയുന്നത്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഇസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി. റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്നൊരു പ്രോസസ്സിനെയാണ് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഫോട്ടോസിന്തസിസ് ആസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഓൾ ലിവിങ് സെൽസ് ബോത്ത് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് യൂസസ് ഓക്സിജൻ വൈൽ പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇത് ഫോട്ടോസിന്തസിസിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിലാണ് ഉണ്ടാവുന്നത്, പക്ഷേ റെസ്പിറേഷൻ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും രാത്രിയും പകലും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് ഉപയോഗിക്കുന്നത് ഓക്സിജനെ അകത്തോട്ട് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. ഓക്കെ. ഇനി ഡ്രോ ആൻഡ് ലേബൽ എ ഡയഗ്രാം ഷോയിങ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ എ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ ഏത് പിക്ചറാണ് വരയ്ക്കുക? സ്ട്രോമാറ്റയുടെ പിക്ചറാണല്ലേ വരയ്ക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു പിക്ചറാണ് നിങ്ങൾ
വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പിക്ചർ വരയ്ക്കാം. ഇനി അടുത്തത്, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ, എയർ, സൺലൈറ്റ് ആൻഡ് സൂട്ടബിൾ ടെമ്പറേച്ചർ. കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ് where you grow seeds under different conditions and record the results. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സീഡ്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് വീഡിയോ കാണാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, എക്സ്പെരിമെൻറ്റും റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വെറുതെ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സീഡ്സ് വിത്ത് ആക്സസ് ടു ഓൾ ഫാക്ടേഴ്സ്, വാട്ടർ, എയർ, സൺലൈറ്റ് എല്ലാം കിട്ടിയ സീഡ്സ് ജെർമിനേറ്റ് ആവും, മുളയ്ക്കും. വൈൽ ദോസ് ലാക്കിംഗ് എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ നോട്ട്. ഇതൊന്നും കിട്ടാത്തവ മുളയ്ക്കില്ല എന്ന് നമുക്ക് ഒറ്റ വാക്കി പറയാം. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് മനസ്സിലാവും. ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിതൗട്ട് സോയിൽ യൂസിങ് മിനറൽ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ഇൻ വാട്ടർ സോൾവെൻറ്റ്. ഒരു ലായനി അല്ലെ ഒരു മിനറൽ ന്യൂട്രീഷൻ പോഷക ലായനി ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ്. ഇവിടെ സോയിൽ യൂസ് ചെയ്യില്ല, മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ട്രഡീഷണൽ സോയിൽ ബേസ്ഡ് പ്ലാന്റിങ്. അപ്പോൾ നമ്മൾ മണ്ണിൽ നടുന്ന ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഹൈഡ്രോപോണിക്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് റിസീവ് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഫ്രം വാട്ടർ വിച്ച് അലൗസ് ഫോർ കൺട്രോൾഡ് ഗ്രോയിങ് കണ്ടീഷൻസ് ആൻഡ് ക്യാൻ ലീഡ് ടു ഫാസ്റ്റർ ഗ്രോത്ത്. അപ്പോൾ ഹൈഡ്രോപോണിക്സിൽ പ്ലാന്റ്സിന് വാട്ടറിൽ നിന്ന് ഡയറക്റ്റ് ന്യൂട്രിയൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും പറ്റും. ഓക്കെ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോപോണിക്സ്? ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ഗുണം എന്താണ്? അത് സേവ്സ് വാട്ടർ, ക്യാൻ ബി ഡൺ ഇൻ ഏരിയാസ് വിത്ത് പുവർ സോയിൽ ക്വാളിറ്റി. അതായത് നല്ല മണ്ണല്ലാത്തടത്തും നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഗാർഡനിങ് അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് പ്ലാന്റിങ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. നല്ല മണ്ണില്ലെങ്കിൽ നമുക്കിതിന് മണ്ണിൻ്റെ ആവശ്യമില്ല. അലൗസ് ഫോർ ഇയർ റൗണ്ട് ഫാമിങ്. അപ്പോൾ നമുക്കൊരു വർഷം മുഴുവൻ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കാം, ഫാം ചെയ്തുകൊണ്ടിരിക്കാം. അടുത്തത്, എക്സ്പ്ലെയിൻ വൈ വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ഓൾ ലിവിങ് ബീങ്സ്. എന്തിനാണ്? അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ഹൈഡ്രേഷൻ, ഡൈജഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദ ബോഡി. ഇതിനൊക്കെയാണ് വാട്ടർ എസെൻഷ്യൽ ആവുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വാട്ടർ ഇസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഡെയിലി. ഒരു മനുഷ്യൻ എന്തിനൊക്കെയാണ് വാട്ടർ ഡെയിലി യൂസ് ചെയ്യുന്നത്? ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, ക്ലീനിങ്, സാനിറ്റൈസേഷൻ, വൃത്തിയാക്കുക. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ വാട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ കൺസർവേഷൻ. എന്തുകൊണ്ടാണ് വാട്ടർ കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അതിൻ്റെ ആൻസറാണ് ഇറ്റ് ഇൻവോൾവ്സ് പ്രാക്ടീസസ് ലൈക്ക് റെഡ്യൂസിങ് വാട്ടർ വേസ്റ്റേജ്, റീയൂസിങ് വാട്ടർ ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ വാട്ടർ കൺസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ വേസ്റ്റേജ് കുറയ്ക്കും, നമ്മൾ വാട്ടർ വീണ്ടും റീയൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ കാലൊക്കെ കഴുകിയ വെള്ളം നമുക്ക് ചെടിക്കൊഴിക്കാം, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ഒരു കാര്യത്തിന് ഉപയോഗിച്ച വെള്ളം തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാം. പച്ചക്കറിയൊക്കെ കഴുകിയ വെള്ളം നമ്മൾ ചെടിക്ക് കൊണ്ടൊഴിക്കാറുണ്ട്. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും വാട്ടർ കൺസർവേഷൻ്റെ താഴെ വരുന്ന ഒരു കാര്യമാണ്. വാട്ട് ആർ സം മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഒന്നാണ് ചെക്ക് ഡാംസ് ടു സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് റീചാർജ് ഗ്രൗണ്ട് വാട്ടർ അല്ലേ. പിന്നെന്താ? റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ് ടു കളക്ട് ആൻഡ് സ്റ്റോർ റെയിൻ വാട്ടർ ഫ്രം റൂഫ് ടോപ്സ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും എഴുതിയാൽ മതി. സജസ്റ്റ് വേസ് ടു റെഡ്യൂസ് വാട്ടർ വേസ്റ്റേജ് ഇൻ യുവർ ഹോം ഓർ സ്കൂൾ. ഏതൊക്കെ രീതിയിൽ നമുക്ക് വാട്ടർ വേസ്റ്റേജ് കുറയ്ക്കാം വീട്ടിലും സ്കൂളിലൊക്കെ ആയിട്ട്? ഒന്നെന്താ? യൂസിങ് വാട്ടർ സേവിങ് ഫിക്സ്ചേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് എഴുതാം. പിന്നെ ഫിക്സിങ് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യുക. യൂസിങ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ആൻഡ് ടേണിംഗ് ഓഫ് ടാപ്സ് വെൻ നോട്ട് ഇൻ യൂസ്. ഓക്കെ, അടുത്തത് ഡിഫൈൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു പേഴ്സൺ വയ പാത്തജൻസ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ട്യൂബർകുലോസിസ്, COVID-19, ഇൻഫ്ലുവൻസ ഒക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ എക്സാമ്പിളാണ്. What are pathogens and how do they spread? Pathogens are microorganisms such as bacteria, virus and fungi that cause diseases. They spread through air, water, contact and other mediums. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നോട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എക്സാമിന് മുമ്പ് കാണുക, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും എക്സാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ
ഡിസ്കഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ലിസ്റ്റ് ഡൗൺ ദ കോമൺ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാക്സിനേഷൻ ചെയ്യാം, മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ, അല്ലെ വൃത്തിയായിട്ട് നടക്കുക, യൂസിങ് മാസ്ക്സ് ആൻഡ് എൻഷോറിങ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. മാസ്ക് ഒക്കെ ഉപയോഗിക്കുക, നല്ല വെള്ളം കുടിക്കുക, ക്ലീൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി. അതെന്താണ്? ദ ബോഡീസ് എബിലിറ്റി ടു റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്. നമ്മുടെ ബോഡി ഇൻഫെക്ഷൻസിനെ തടുക്കുന്ന ആ ഒരു കേപ്പബിലിറ്റീനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇമ്മ്യൂണിറ്റി ദാറ്റ് എ പേഴ്സൺ ഇസ് ബോൺ വിത്ത്. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഗെയിൻഡ് ത്രൂ എക്സ്പോഷർ ടു ഡിസീസസ് ഓർ ത്രൂ വാക്സിനേഷൻ. അപ്പോൾ നമുക്ക് ഒരു തവണ, ഒന്നോ രണ്ടോ തവണ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ തടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു വാക്സിനേഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി എക്വയർ ആവും. അതായത് നമുക്ക് ജനിക്കുമ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഇല്ല, നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെയിം സം വാക്സിൻസ് ആൻഡ് ദ ഡിസീസസ് ദേ പ്രിവെൻറ്റ്. അപ്പോൾ കുറച്ച് വാക്സിൻസിൻ്റെ പേര് എഴുതിയിട്ട് അത് ഏത് ഡിസീസിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് എഴുതുക. പോളിയോ വാക്സിൻ പ്രിവെൻറ്റ്സ് പോളിയോ മൈലറ്റിസ്, അല്ലെങ്കിൽ പ്രിവെൻറ്റ്സ് പോളിയോ എന്ന് മാത്രം എഴുതിയാൽ മതി. ടെറ്റനസ് വാക്സിൻ എന്താ? പ്രിവെൻറ്റ്സ് ടെറ്റനസ്. സിമ്പിളാണ്. ഇനി ഡിസ്കസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ കൺസേർവിങ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ മനുഷ്യന്മാരുടെ റോൾ എന്താണ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് കൺസേർവ് ചെയ്യുന്നതിന്? ഹ്യൂമൻസ് ക്യാൻ പ്രൊട്ടക്ട് നാച്ചുറൽ ഹാബിറ്റ്സ് ബൈ റെഡ്യൂസിങ് പൊല്യൂഷൻ, കൺസേർവിങ് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ടിങ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സ്. മനുഷ്യന്മാർക്ക് എങ്ങനെ ചെയ്യാം? പൊല്യൂഷൻ കുറയ്ക്കുക, പിന്നെ നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെയൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സ്, അതായത് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ? ഒരാളുടെ വാസസ്ഥലം നമ്മൾ മോശമാക്കി കളഞ്ഞാൽ, ഡിസ്ട്രക്റ്റ് ചെയ്ത് കളഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്താണ്? എന്തൊക്കെ സംഭവിക്കാം മോശമായ രീതിയിൽ? leads to loss of biodiversity, extension of species and disruption of ecosystems. നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുമെന്ന് എഴുതാം, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് എഴുതാം, പിന്നെ എക്സ്റ്റെൻഷൻ ഓഫ് സ്പീഷീസ്, അല്ലെ സ്പീഷീസ് ഇല്ലാതാവുക. ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഡിസ്കസ് ദ റീസൺസ് ഫോർ ഡിക്ലൈൻ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് അത് എന്തുകൊണ്ടാണ് കുറഞ്ഞത് എന്നെഴുതാനാണ് പറയുന്നത്. മലബാർ ട്രീ ടോഡ്, ലയൺ ടെയിൽഡ് മെക്കാവ്. റീസൺസ് ഫോർ ഡിക്ലൈൻ എന്തൊക്കെയാണ്? ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, പോച്ചിങ്, ക്ലൈമറ്റ് ചേഞ്ച്, അല്ലേ അവരുടെ വാസസ്ഥലം നമ്മൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളവരെ പിടിച്ച് ഹണ്ട് ചെയ്തു, വേട്ടയാടി, അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസും കൊണ്ടാവാം. സജസ്റ്റ് വീസ് ടു പ്രൊട്ടക്ട് ആൻഡ് കൺസേർവ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ബൈ ക്രിയേറ്റിംഗ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ബ്രീഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് റെഡ്യൂസിങ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഒന്ന് എന്താ? അവർക്ക് ജീവിക്കാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അവരെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് കുറേ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യന്മാരും വൈൽഡ് ലൈഫും തമ്മിൽ യുദ്ധം ഉണ്ടാവാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക, അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക, അല്ലേ നമ്മളും അവരും ഏറ്റുമുട്ടലില്ലാത്തൊരു രീതിയിൽ എത്തിക്കുക. അപ്പോൾ അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവരെ വയ്ക്കുക. ഓക്കെ, വാട്ട് ആക്ഷൻസ് ക്യാൻ സ്റ്റുഡൻസ് ടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു എൻവയോൺമെൻറ്റൽ കൺസ്ട്രക്ഷൻ? ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്? പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലീൻ അപ്പ് ഡ്രൈവ്സ്, പ്ലാന്റ് ട്രീസ്, ക്രിയേറ്റ് അവയർനെസ് ക്യാമ്പയിൻസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ കൂട്ടം ആൾക്കാർ പോയി ബീച്ച് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോറസ്റ്റ് ക്ലീൻ ചെയ്യുന്നു, അങ്ങനത്തെ അവരുടെ ഒക്കെ കൂടെ പോയി ക്ലീൻ ചെയ്യാൻ സഹായിക്കുക. പിന്നെ ചെടികൾ നടുക, പിന്നെ കുഞ്ഞു റാലീസും ക്യാമ്പയിൻസൊക്കെ നടത്തുക, പ്ലക്കാർഡ്സൊക്കെ പിടിച്ചുകൊണ്ട്. Propose a project or activity that can be done in your school to promote environmental awareness. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമുക്ക് എന്ത് പ്രൊജക്റ്റോ ആക്ടിവിറ്റിയോ ചെയ്യാൻ പറ്റും? ഓർഗനൈസ് എ ഗ്രീൻ വീക്ക്, അതായത് ഒരു ഗ്രീൻ ആഴ്ച at school to promote environmental awareness through activities like tree planting, recycling drives and seminars on conservation. അപ്പോൾ ഈ ഒരു ഗ്രീൻ വീക്ക് ഒരാഴ്ച എല്ലാവരും മരം നടും, എല്ലാവരും റീസൈക്കിളൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ അപ്പ് ഡ്രൈവ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ മാസമോ അല്ലെങ്കിൽ വർഷത്തിലൊരാഴ്ച ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവെയർനെസ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2 ആണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് പോവുക എക്സാമിന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.